നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ലുലുവിൽ പോയി കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് പുറപ്പെടും. അപ്പോൾ തലേ ദിവസത്തെ ഒരു വീഡിയോ. അപ്പോൾ ഉച്ച നേരത്താണ് കേട്ടോ പോകുന്നത്. കാര്യം വേറെ ഒന്നും കണ്ടല്ല, ലുലു പോയാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് രാത്രിയാകുമ്പോഴേക്ക് തിരിച്ചെത്തണമല്ലോ. കാരണം പിറ്റേ ദിവസം പുലർച്ചെ ഞങ്ങൾ എണീറ്റ് പോകണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഊബറാണ് വിളിച്ചത്, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങളുടെ കാറ് AC കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ നേരാക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വേദു കാറിൽ കയറിയപ്പോൾ തന്നെ വേഗം ഉറങ്ങിയിട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കാറിൽ കയറി കുറച്ച് നേരം ഉറങ്ങി. ഇതാണ് ഗൈസ് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ്. അടിപൊളിയാണ് കേട്ടോ, വലുതാണ്. നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെയും ലുലു ഉണ്ടല്ലോ, പാലക്കാടൊക്കെ ലുലു ഉണ്ട് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ കണ്ടു. ഇവിടെ കുറച്ച് അധികം എല്ലാതും ഉണ്ട് കേട്ടോ. എല്ലാതും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞാൻ ലോങ് വീഡിയോ തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ പാർട്ടായിട്ടേ ഇടുള്ളൂ കേട്ടോ, കാരണം അത്രയ്ക്കുണ്ട്. ഇത് പാർട്ട് 1 ആയിരിക്കും. പിന്നെ ഇതാ ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ ബാഗൊക്കെ അവിടെ കൊടുക്കണം, ഫുൾ ചെക്കിങ് ഉണ്ടല്ലോ. എന്നിട്ട് ഇതിങ്ങനെ ഞാനിങ്ങനെ കാണിച്ചു കേട്ടോ. ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഫസ്റ്റ് ഇതിന് കണ്ടത്. ആ KFC ഞങ്ങൾ നോട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ എസ്കലേറ്ററിൽ കയറുക പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പ്രാന്താണ് കേട്ടോ. വെറുതെ കയറുക വെറുതെ ഇറങ്ങുക അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പോഴിനോട് പറഞ്ഞൊരു ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് അപ്പോഴിനെ പറ്റിച്ചു. അത് വീഡിയോ ആയിരുന്നു, എങ്ങനെയെങ്കിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതാ ഓരോ സെക്ഷനായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞങ്ങളിതാ പോയത് ബാക്ക് ടു സ്കൂൾ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു സാധനം വാങ്ങിയില്ല ഗൈസ്, കാണാൻ വേണ്ടി മാത്രം പോയതാണ്. കാരണം തീ പൊള്ളുന്ന വിലയാണ് അതിനൊക്കെ. ഒരു പൗച്ചിന് 500 രൂപയാണ്. പക്ഷേ എല്ലാം നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ക്യൂട്ടാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വിലയാകുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ല കേട്ടോ. ഇത് നമുക്ക് സ്കൂൾ ഷോപ്പിംഗ് നാട്ടിൽ തന്നെ ഞങ്ങൾ വാങ്ങണ്ടു കേട്ടോ. കണ്ടോ, 499 രൂപ. അതിൻ്റെ 25% കഴിച്ചിട്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. എന്നാലും കാരണം തന്നെയില്ല. അപ്പോൾ പിന്നെ എല്ലാറ്റിനും ഒരു 699 അങ്ങനെയൊക്കെ. ഒരു പെൻസിലിൻ്റെ ഇതിന് തന്നെ നല്ല വില, റബ്ബർ, അതുപോലെ തന്നെ കട്ടർ, എല്ലാറ്റിനും ഓരോന്നിനും വിലയായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഒന്നും അവിടെ നിന്ന് വാങ്ങണില്ല. പിന്നെ ഒന്നാമത് തന്നെ ഞങ്ങളുടെ കാറിൽ സ്ഥലമില്ല. പിന്നെ ഈ ബോട്ടിൽ ഒരെണ്ണം ബേബിക്ക് ശരണ്യ അവളുടെ മേമ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേദുവിന് ഒരു ബോട്ടിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അതുകൊണ്ട് അത് വാങ്ങണ്ട. എല്ലാ സാധനങ്ങളും ഉണ്ടോ. പിന്നെ ബേഗിനെ തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 1200 1300 റേഞ്ച്. ഒരു കുഞ്ഞിയ ബാഗിന് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ പിന്നെ വലിയ ബാഗിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അതാ ഈ കടയ്ക്ക് കയറി. അതുപോലെ തന്നെ എല്ലാറ്റിലും ഒന്ന് കയറി ഇറങ്ങി കേട്ടോ. എല്ലാറ്റിലും കയറുമ്പോൾ നമുക്കിങ്ങനെ കണ്ണൊക്കെ ഒട്ടയ്ക്കും. പക്ഷേ നമ്മൾ അതിലങ്ങോട്ട് വീടരുത്. അപ്പോൾ എന്താ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ട്രെൻഡ്സ് കയറിയിട്ട് ഒന്ന് ഒരു ട്രൗസർ എന്തെങ്കിലും ഏട്ടൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാട്ടോ. പക്ഷേ ഞങ്ങൾ ബനിയനാണ് എടുത്തത്. അങ്ങനെ അതൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെയൊക്കെ ഡ്രസ്സൊക്കെ നോക്കി. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ടോപ്പൊന്നും എടുത്തില്ലേ. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ വേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ.